ഹേ ഗൈസ്, അപ്പോൾ പൊളിക്കാനും പൊളിച്ചടിക്കാനും കേൾക്കേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങമച്ചന്മാർക്കും ഒരിക്കലും കൂടി സ്വാഗതം. ഗൈസ്, അപ്പോൾ ബാക്കി കാര്യം പറയുന്നതിന് വേണ്ടി ഞാൻ ആദ്യം മാസ്ക് മാറ്റട്ടെ. ഗൈസ്, അപ്പോൾ ഈ മാസ്ക് കാരണം ഒന്നും പറയാനൊന്നും കഴിഞ്ഞില്ല. ഓൾ റൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ മാസ്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് എടുക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ നമ്മൾ ഓൾറെഡി റിച്ചാണ് ഗൈസ്. ഇനിയും റിച്ചാകാൻ വേണ്ടി നമ്മൾ ദുബൈക്ക് ആദിലെ പോവുകയാണ്. നമ്മൾ നാട് വിട്ട് ദുബൈക്ക് പോകുകയാണ് ആദിലെ. അതിന് മുന്നേ ഗൈസ് നമുക്ക് ലൊക്കേഷന് ട്രാക്കാക്കി വെക്കാം. ഇത് തന്നെ ഗൈസ്, നമ്മൾ എയർപോർട്ടാണ് ഗൈസ് ഇപ്പോൾ ട്രാക്കാക്കിയത്. കാരണം എന്തെന്ന് പറയുന്നത്, നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫുൾ സപ്പോർട്ട് ആയിരുന്നു ഗൈസ്. നമ്മളെ ലൈക്ക് ടാർഗറ്റ് 100 ഗൈസ്. നമ്മൾ 100 ലൈക്കാണ് ടാർഗറ്റ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയും ഗൈസ്. അതിനേക്കാളും കൂടുതൽ നിങ്ങൾ ചെയ്യുന്നത് എനിക്കറിയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ് ഗൈസ്. ഇന്ന് രാത്രി നമ്മൾ ഇറങ്ങിയതാണ് ഗൈസ്. ചിലപ്പോൾ നാളെ ആയിരിക്കും നമ്മൾ അവിടെ എത്തുന്നത്, പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ട്രെയിനിൽ പോയായിരുന്നു, പക്ഷേ ട്രെയിൻ അത്ര കംഫർട്ടബിൾ അല്ല ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ പ്ലെയിനിൽ തന്നെ പോകുന്നത്. നമ്മൾ VIP ചൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാണ്ട് VIPയുടെ പൈസ ഇല്ലാണ്ട് തിരിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം വിടുക ഗൈസ്. ഗൈസ്, അപ്പോൾ ഒരു നല്ല നിലവാരത്തിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് ഏണിങ് തുടക്കുക ഗൈസ്. ഏണിങ് തുടക്കിയാൽ ഞാൻ ഇങ്ങനെ കുറച്ച് പൈസ ആയിട്ട് പോകും ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി നിങ്ങളുടെ ചെറിയ സഹായം എനിക്ക് ആവശ്യമുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താണ് ചെറിയൊരു സഹായം. അതൊന്ന് ചെയ്ത് തന്നാൽ മാത്രം മതി ഗൈസ്. അപ്പോൾ നമ്മൾ കാറ് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടുണ്ട്. ഈ ബെല്ലാസ് ഗ്യാങ്ങിന് കൊല്ലണം ഗൈസ്. ഇയാളെല്ലാം ഞാൻ പണ്ടേണ്ട് സഹിക്കുന്ന ഗൈസ്. പണ്ടേണ്ട് ഇയാൾ സഹിക്കുന്നത് ഗൈസ്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നമുക്ക് നേരത്തെ നമ്മൾ കാര്യത്തിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എയർപോർട്ട് എത്തി ഗൈസ്. എയർപോർട്ട്. ഇനി നമ്മൾ ഇതിലെങ്ങനെ പോകുമെന്നറിയില്ല. നോക്കാം എങ്ങനെ പോകുന്നു. നമുക്ക് ഇതിൻ്റെ ഭയൊന്നും അത്ര പിടിയില്ല ഗൈസ്. നമ്മൾ കുറേ കൊല്ലമായില്ലേ ദുബൈയിൽ, അതുകൊണ്ട് ഇവിടുത്തെ ഭയൊന്നും അത്ര പിടിയില്ല ഗൈസ് നമുക്ക്. ഗൈസ്, അപ്പം നമുക്ക് ഈലല്ല പോകേണ്ടത്, അതിലായിരിക്കും പോകേണ്ടത്. നമ്മൾ നേരെ പ്ലെയിനിൻ്റെ ജാഗ ഈടെയുണ്ട്. നമ്മൾ മുന്നേ പോയ ജാഗ എല്ലാം മറന്നിട്ട് ഇപ്പോൾ പുതിയ റൂട്ടാണ് ഗൈസ്. നമ്മൾ അതിലേ പോയിട്ട് ഇങ്ങനെ വന്നതാണ് ഗൈസ്. പിന്നെ നമ്മൾ ഇതിലേ ഇങ്ങനെ വരാമെന്ന് വിചാരിച്ച് അയ്യോ ഗൈസ്, പോലീസിനെ കുത്തി സ്റ്റാർ പോലീസ് വേണ്ടില്ല. സാരില്ലാതെ ബയ്യ പോയിക്കോളും ഗൈസ്. നമുക്ക് നമ്മളെ പണി നോക്കാമല്ലോ, നമുക്ക് ബിസിനസ് തുടങ്ങാണ്ട്. ഓൾ റൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ഗൈസ്. ഇവിടെ എവിടെയാണ് ആ ടിക്കറ്റിൻ്റെ ജാഗ? വിസയിൽ ബുക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് ഞാൻ. ഇവിടെ എവിടെയാണ് ആ കയറേണ്ടത് സംഭവം? ഇവിടെ അല്ല ഗൈസ്, നമുക്ക് ആടെ പോയി നോക്കാം. വീഡിയോ അല്ല, എടപ്പാ ജാഗ? ഒരു യെല്ലോ ലൈൻ ഉണ്ടാവും ഗൈസ്, ആടെയാണ് നമുക്ക് പോകേണ്ടത്. പകരം വീട്ടുകളുടെ എൻ്റെ കാറിൻ്റെ ചില്ലിനി പൊട്ടിച്ച് ഗൈസ്. എന്ത് സംഭവം? അതെന്താടോ അങ്ങനൊരു സംഭവം? അയാൾ കുറച്ച് മുന്നേ എന്തോ പറഞ്ഞില്ലല്ലോ, ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഗൈസ്. അതെല്ലാം വീട് ഗൈസ്. നമുക്ക് നമ്മളെ കാര്യം നോക്കാം. നമ്മിതാ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ കാർ ഇവിടെ വെക്കാം. ഈ കാർ ബൈ നമ്മളെ വീട്ടിലെ കാര്യം കൊണ്ടുപോയിട്ട് വെക്കും. ഞാൻ ആളെല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അതിൻ്റെ പണിയേ ഉള്ളൂ ഗൈസ്. അതാ ടിക്കറ്റ് 500 രൂപ. നമുക്ക് സ്ഥലം കാലിയാക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ് ഗൈസ്. നമുക്കിതൊന്ന് 2x സ്പീഡിൽ കാണാം. എങ്ങനെ ഉണ്ടാകുന്ന അറിയില്ല, ഇല്ലെങ്കിൽ ഫിലിമാറ്റിക് മൂവ്സ് കാണാം ഗൈസ്. ഇത് നാക്ക് തെറ്റുണ്ട് ഗൈസ്. സിനിമാറ്റിക് മോഡിലാൻ പറ്റ കാണാം ഗൈസ്. നല്ല BGM എല്ലാം വെച്ചിട്ട്. ഇല്ല വേണ്ട ഗൈസ്, BGM ഒന്നും വേണ്ട. കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് ഗൈസ്. ഞാൻ അടുത്ത പ്രാവശ്യം കോപ്പിറൈറ്റ് ഇല്ലാത്ത BGM സെലക്ട് ആക്കി വെക്കുന്നുണ്ട് ഗൈസ്. ഗൈസ്, പ്ലെയിനിൽ പോകുന്ന എന്തൊരു സുഖമാണെന്നറിയാം. ഈ സുഖം വേറെ എവിടുന്ന് കിട്ടൂല ഗൈസ്. തന്നെ പ്ലേറ്റിൽ പോയിട്ടാണ് പ്ലെയിനിനെ നേരെ കണ്ടിട്ട്. പിന്നെ അതെല്ലാം ബുദ്ധി ഗൈസ്. നമ്മൾ ഗെയിമിൻ്റെ കാര്യമാണ് പറയുന്നത്, റിയൽ ലൈഫിൻ്റെ അല്ല. ഈ എനിക്ക് മാത്രം എന്താ ഗൈസ് ഇങ്ങനെ? ഞാൻ ആരോടും ഇതുവരെ ടാർഗറ്റ് വെക്കിച്ചിട്ടില്ല. ഞാൻ ടാർഗറ്റ് വെക്കുമ്പോൾ ആരും ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കി തരുന്നില്ല. എന്താണ് ഗൈസ് നിങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടാ ഗൈസ്? അപ്പോൾ ഈ വീഡിയോൻ്റെ ലെങ്ത് കുറച്ച് കുറവായിരിക്കും, നിങ്ങൾ സഹകരിച്ച് കാണുക. ഓൾ റൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലെയിൻ ഇതാ ലാൻഡ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് പ്ലെയിനിന് കീഞ്ഞിട്ട് നമ്മളെ ദുബായ് ഒന്ന് കാണാം ഗൈസ്. ഇത് 1992 ദുബായ് ആണ് ഗൈസ്, അല്ലെങ്കിൽ അമേരിക്ക എന്താണ് കൂട്ടാ, പക്ഷെ ശരിക്കും അങ്ങനെ ആവോ ഗൈസ്? അപ്പോൾ നമുക്ക് അവിടെ ഒരു ടാക്സി വരെ സപ്പോർട്ടാക്കി തന്നിട്ടുണ്ട്. നമ്മൾ ആ ടാക്സിയിൽ കയറിയിട്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ന്യൂ കടയിലേക്ക് പോകുന്നത്. ഓൾ റൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാ എയർപോർട്ടിൻ്റെ മുമ്പിൽ ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എവിടെയോ ടാക്സി ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ എവിടെപ്പോ ടാക്സി? ഓക്കെ ദാടെയുണ്ട് ടാക്സി. നമുക്ക് ടാക്സിയിൽ കയറിയിട്ടായിട്ട് കാണാം ഗൈസ്. മോനെ, നീയല്ലേ MK ഹേക്കർ? അതെ. എന്താ എടോ, നിന്റെ ചാനലൊക്കെ എങ്ങനെടാ പോകുന്നത്? ഇങ്ങനെയൊക്കെ പോന്നു. എടാ, നിന്റെ സ്ഥലം ഓർഡർ അത് പറയാം. ഓക്കെ, നമ്മൾ ലൊക്കേഷനെ ഇതാക്കാൻ മറന്നുപോയി. ലൊക്കേഷൻ ഫിക്സ് ആക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഫിക്സ് ആക്കി. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്.
എടോ തൻ്റെ ചാനലിൻ്റെ അവസ്ഥ എന്താടോ, ആരും നിന്നെ സപ്പോർട്ടൊന്നും ചെയ്യില്ലല്ലോ, പിന്നെന്താ നീ കുഴപ്പമില്ലാന്നല്ലോ പറയുന്നത്. അതൊക്കെ ശരിയാണ് ഗൈസ്, പക്ഷെ നിങ്ങൾക്ക് തെറ്റി ടാക്സിക്കാരാ. ഇത് കുറച്ച് മുന്നേ ഉള്ള കഥയാണ്, ഇപ്പോൾ ഉള്ള കഥ അങ്ങനല്ല. എൻ്റെ ഗൈസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ടാക്സിക്കാരാ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയം അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത്. കുറച്ച് മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പറയുന്നത് ഗൈസ്. ഈ കുറച്ച് പറഞ്ഞാൽ ഓർമ്മ വയ്ക്കും, സബ്സ്ക്രൈബിൻ്റെ മഴയാണ് ഗൈസ് ഉണ്ടാവുക, സബ്സ്ക്രൈബിൻ്റെ മഴയാണ് ഗൈസ് ഉണ്ടാവുക. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ടാക്സിക്കാരനെ നിങ്ങളോട് പവർ കാണിച്ചു കൊടുക്കുക ഗൈസ്. പവർ എങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിൽക്കാൻ മതി, ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി നിൽക്കാൻ മതി. അപ്പോൾ നിങ്ങളുടെ പവർ അയാൾക്ക് കാണും ഗൈസ്. അടുത്ത വീഡിയോയിൽ ഇയാളെ നിങ്ങൾ അഭിപ്രായം പറയുന്നതാണ് ഗൈസ്. അപ്പോൾ തോറ്റ് ഓടിപ്പിക്കല്ലേ, എന്നെ തോപ്പിക്കല്ലേ ഗൈസ്. അപ്പോൾ എന്നെ വിജയിപ്പിക്കുക. അവിടെ താങ്കൾക്ക് എന്താ കണ്ണില്ലേ, നേരെ ഓട്ടോ വണ്ടി. എടോ മോനെ അതങ്ങനെ നിന്റെ സ്ഥലത്താനായി. ആ കേസ് അത് മറന്നുപോയി കേസ്, നമ്മളെ സ്ഥലം എത്താനായി. നമ്മളൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, സീറോ എന്നല്ല പറഞ്ഞിട്ടാണ് എൻ്റെ പേര്. മോൻ്റെ അടുത്ത് നമുക്ക് പീടി തൽക്കാലത്ത് കൊടുക്കണം. നമുക്ക് കുറേ പീടിയുണ്ട് കേസ്. എന്നാലും അതിൽ കുറേ ആൾ നിർത്തിച്ച് ഞാൻ ബിസിനസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഇരിക്കല് കേസ്. ഞാൻ എൻ്റെ പീടിയ കുറേ ഉണ്ട്, ഞാൻ എല്ലാവരും പണിക്കെല്ലാം ഏൽപ്പിച്ച് ഇനി ഈ പീടിയിലും കൂടി പണിക്കെടുപ്പിക്കണം കേസ്. അയാളാണ് സീറോ, നമുക്ക് അറിയുന്ന ഒരാളാണ് കേസ്. നമുക്ക് ബേം തന്നെ പണിയെടുപ്പിച്ച് തരും. ആദ്യം ഈ കടയിലുണ്ടെന്ന് നോക്കിട്ട്. ഓ ഗൈസ് ഫസ്റ്റ് തന്നെ കച്ചവടം തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ആരാടോ താൻ? ഈ സാറി ഞാൻ ഈടെ വെറുതെ നിന്നതിപ്പോൾ എനിക്കൊരു ഗുമ്മ വേണ്ടേനി. ഓക്കെ ഞാൻ പുറത്തേക്ക് പോന്നു, അത് മെയിൻറ്റ് പോയിക്കോളും ഗൈസ്. അപ്പോൾ നമുക്കൊരു കോൾ വരുന്നുണ്ട് ഗൈസ്, എന്തെന്ന് അറിയില്ല. ഈ സീറോൻ്റെ കോളാണ് ഗൈസ്. എന്തായി പറയാ. ഗൈസ് നമ്മളെ ഉള്ളിൽ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതാ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇയാള് നല്ല പാങ്ങല് എത്രയാക്കി വെക്കുന്നു കേസ്. എന്തായിരാ ഒന്നാ ഇവിടെ സ്റ്റോക്ക് കുറവാണ്, നിങ്ങൾ സ്റ്റോക്ക് വെക്കാനുള്ള പരിപാടി നോക്കണം. നമ്മളിപ്പോഴത്തെ കച്ചവടം ചെറിയൊരു മോശം രീതിയാണ്, ഞങ്ങൾക്ക് സങ്കടം വന്നിട്ട് കഴിയാം. അത് ഈടെല്ലാം കുറേ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇതെന്താ വെക്കാത്ത? അത് നമ്മളെ GTA Vice Cityയിലത്തെ കുറേ സ്റ്റോക്കാണ്. അത് ഈടെ കുറേ സ്റ്റോക്ക് ഉണ്ട്. ഈടൊന്ന് കാലി, ഈടെല്ലാം മേങ്ങിട്ട് വെക്കണം. ഞാൻ വേണം പൈസ തരാം, ഇന്ന് തന്നെ അയച്ചുതരാം. അതെങ്ങനെയാ, കുറേ പൈസ ഒന്നുമില്ല, നല്ല നല്ല വിലവെടുപ്പുള്ള സാധനങ്ങളാണ് എടുത്ത് വെക്കേണ്ടത്. അതൊന്നും പെട്ടെന്ന് എന്തായാലും ഈ പീടിയെന്ന് പറയുന്ന കുറച്ച് VIP-ന്റെ പീടിയാണ്. അതെല്ലാം നമുക്ക് സെറ്റാക്കാം. 10 ലംബോർഗിനി വാങ്ങണം. അതാണ് ഓർത്തത്, 10 ലംബോർഗിനി. അത് സാധാരണ ലംബോർഗിനിയായ പോരാ. അല്ല സാധനം ഇപ്പൊ ഒന്ന് കൊണ്ടുവരുന്നത് നമ്മളെല്ലാണെങ്കിൽ അത്ര ഇതൊന്നുമില്ല, കഴിവൊന്നുമില്ല. എങ്ങനെ നമ്മ ഈ പാകുന്നൊക്കെ വേദനാണ്. നീ എന്നെ എന്താ വിചാരിച്ചു? ഞാൻ ഇവിടുത്തെ വെയിറ്റ് പണക്കാരൻ. അത് തന്നെ കുറച്ച് ടെൻഷൻ. എടാ പൊട്ട, ഞാൻ തള്ളുന്നൊന്നല്ല, നീ ഒന്ന് വിശ്വസിക്കും. ഞാനിപ്പോ ഒരു കാര്യം ഓർത്തി, നമ്മളെ കടക്ക് കുറച്ച് ശത്രുക്കളെല്ലാം ഉണ്ട് സീജ. ആ ശത്രുക്കളെല്ലാം കൊല്ലണം, എന്താന്തോ. അതൊന്നും വേണ്ടപ്പ, എന്തിനതല്ലോ. നമ്മ ഇവിടെ പണക്കാരനുണ്ടാകുമ്പോ എന്തിന് പേടിക്കണമെന്ന്. എല്ലാം എൻ്റെ ചെലവ്, ഞാനെല്ലാം സെറ്റാക്കിയിട്ട് കൊണ്ടുവരാം. നീ അത് കച്ചവടം ചെയ്താൽ മതി, അത്ര പറഞ്ഞ മതി. അതന്നെ. എന്താ പുറത്ത് സൗണ്ട്? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ്. ഓൾ റൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ബിസിനസ് സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ വെച്ച് തുടങ്ങുവാണ്. വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. ഇനി ഈ ബിസിനസ് നമുക്ക് എങ്ങനെ കൊണ്ടുപോകുന്ന അറിയില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ടും വരാം. അതുവരെക്കും ബൈ.